ഇന്ത്യയുടെ തലക്കടിക്കാൻ വന്ന ട്രംപിന്റെ അമേരിക്ക ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിൽ മുങ്ങിത്താഴുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇപ്പോഴിതാ ട്രംപിനെതിരെ പല ശതകോടീശ്വരന്മാരും രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒറ്റയടിക്ക് ഒലിച്ചുപോയത് $50 ബില്യൺ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ട്രംപിനെ പിന്തുണച്ച 10 ശതകോടീശ്വരന്മാർ ഖേദം പ്രകടിപ്പിച്ചാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് അവർക്ക് $50 ബില്യൺ ഒലിച്ചുപോയതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ട്രംപ് തന്റെ എതിരാളികളെയും മറ്റ് രാജ്യങ്ങളെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും മാത്രമല്ല തന്റെ കോടീശ്വരൻ സുഹൃത്തുക്കളെയും വെറുതെ വിട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ പിന്തുണക്കാരായ കോടീശ്വരന്മാർ ഇപ്പോൾ ട്രംപിന്റെ പിന്തുണയിൽ ഖേദിക്കുന്നു. അവരിൽ ട്രംപിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ടെസ്ല ഉടമ മസ്കിന് ഈ വർഷം $80 ബില്യൺ സമ്പത്താണ് നഷ്ടം വന്നിരിക്കുന്നത്. ട്രംപിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന എലോൺ മസ്ക് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം $500 ബില്യൺ എന്ന ചരിത്രമായ കണക്ക് മറികടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒരു അറിയപ്പെടുന്ന മുതലാളിയെ പോലെ മസ്കിന്റെ കമ്പനിയെ ട്രംപ് പൂട്ടുകയായിരുന്നു. എന്തായാലും ട്രംപ് അദ്ദേഹത്തിന് ഒന്നിനു പുറകെ ഒന്നായി പ്രഹരം നൽകാൻ തുടങ്ങി. എലോൺ മസ്കിന് ഈ വർഷം മസ്കിന്റെ സമ്പത്ത് $80.5 ബില്യൺ കുറഞ്ഞു. അങ്ങനെ മസ്കിന്റെ സമ്പത്ത് $432 ബില്യൺ നിന്ന് $352 ബില്യൺ ആയി ചുരുങ്ങി. അതുകൊണ്ടാണ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് മസ്ക് രാജിവെച്ചത്. ട്രംപിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു കമ്പനി കൈകാര്യം ചെയ്യുന്നതാണെന്നാണ് മസ്ക് പറയുന്നത്. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കുതിരപ്പുറത്ത് കയറാൻ കഴിയില്ല എന്നും മസ്ക് പറയുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ പ്രചാരണത്തിനായി മസ്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് $300 മില്യൺ ചെലവഴിച്ചത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് $80 ബില്യൺ അധികം നഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള സൗഹൃദം ശത്രുതയേക്കാൾ അപകടകരമാണ് എന്ന് പറയപ്പെടുന്നത് എന്ന് മസ്ക് പറയുന്നു. എന്തായാലും സമ്പത്തിൽ വലിയ ഇടിവുണ്ടായിട്ടും മസ്ക് ലോകത്തിലെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. ട്രംപ് പിന്നിലായ രീതി നോക്കുമ്പോൾ അദ്ദേഹം തുടരുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. എന്തായാലും ഇലോൺ മസ്കിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്നത് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായിട്ടുള്ള മെറ്റ പ്ലാറ്റ്ഫോമാണ്. മെറ്റ പ്ലാറ്റ്ഫോമിന്റെ CEO സുക്കർബർഗിന്റെ ആസ്തി $8.08 ബില്യൺ കുറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കുറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ആസ്തി $263 ബില്യൺ ആയിരിക്കുകയാണ്. ലോകത്തിൻ്റെ ശതകോടീശ്വരന്മാരിൽ അദ്ദേഹം 3-ാം സ്ഥാനത്താണ്. ഇതിനു പുറമെ വെള്ളിയാഴ്ച സ്റ്റീവ് ബാൽമർ, ലാറി പേജ് എന്നിവർക്കുള്ള ആസ്തിയും കുറഞ്ഞിട്ടുണ്ട്. ആകെ മൊത്തം ജഗപുകയാണ്. $50 ബില്യൺ ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചു പോയിരിക്കുന്നത്. എന്തായാലും ജെഫ് ബെസോസിന് $17.2 ബില്യൺ കുറഞ്ഞു. ഒറാക്കിളിന് $10 ബില്യൺ കുറവ്. സക്കർബർഗിന് $8 ബില്യൺ കുറവ്. ഇലോൺ മസ്കിന് $4.03 ബില്യൺ കുറവ്. ജെൻസൺ ഹുവാങ്ങിന് $3.60 ബില്യൺ കുറവ്. സ്റ്റീവൻ ബാൽമറിന് $3.2 ബില്യൺ കുറവ്. മൈക്കൽ ഡെല്ലിന് $2.72 ബില്യൺ കുറവ്. ലാറി പേജിന് $2.31 ബില്യൺ കുറവ്. സെർജി ബ്രിന്നിന് $1.59 ബില്യൺ കുറവ്. ബിൽ ഗേറ്റ്സിന് $1.09 ബില്യൺ കുറവാണ്. ഇവരുടെ സമ്പത്തുകളെല്ലാം തന്നെ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ട്രംപിന്റെ ഒറ്റൊരു താരിഫ് യുദ്ധം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.